ഹായ് ഫ്രണ്ട്സ് ടൂരിട്ടപ്പാ അങ്ങനെ ഹീറോയിൻ്റെ മമ്മിയോട് പറയായിരുന്നു ഫ്രണ്ട് അങ്ങനെ ഹീറോയിൻ്റെ മമ്മീൻ്റെ ഫ്ലാഷ് ബാക്ക് നമുക്ക് കേൾക്കാം. ഹീറോയിൻ്റെ മമ്മിയോട് പറയായിരുന്നു ഹീറോയിൻ്റെ ആൻറ്റി, നിനക്ക് പ്രപ്പോസ് ചെയ്യാൻ പോവാ, സീനിയർ പറഞ്ഞിട്ടുണ്ട് നിന്റെ മേലെ കണ്ണ്. എന്താ എൻ്റെ മേലെ സീനിയർക്ക് കണ്ണാ ഞാനിപ്പോൾ വെക്കുന്നുണ്ട്. എന്താ മോം എനിക്ക് റെഡ് കളർ വേണം. എന്തിനമ്മാ റെഡ് കളർ? മുളക് പൊടിയുണ്ടോ? ഉണ്ട് മോളെ, ഇവിടെ ഉണ്ട്. ശരി മാം, നീ കിച്ചണിൽ പോ വെളിയിൽ. ശരി. ഇവളെന്താ ഉണ്ടാക്കുന്നതൊക്കെ? ചോക്ലേറ്റ് എന്ന് ചോക്ലേറ്റ് ഉണ്ടാക്കി 2 ബോക്സ് ഉണ്ടാക്കിയായിരുന്നു. അതിലെല്ലാം ചോക്ലേറ്റ് വെച്ചായിരുന്നു. അങ്ങനായിട്ട് ചോക്ലേറ്റ് അങ്ങനായിട്ട് ഉമ്മ എവിടെ അങ്ങനായിട്ട് ഒരു ബോക്സിൽ മൊത്തം ഇങ്ങനെ ചോക്ലേറ്റിന് ഊറ്റി വെച്ച്. ശരി ഉമ്മ, അവിടെ ഉള്ള അങ്ങനായിട്ട് ചോക്ലേറ്റ് അവർ മുളകിൻ്റേത് അത് വെച്ച് എല്ലാത്തിലും ഒഴിച്ച് വെച്ചു. അങ്ങനെ ബോക്സ് അതിൽ ഈ ബോക്സ് അങ്ങനെ വെച്ചിട്ട് പോയിരുന്നു. അങ്ങനായിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഉമ്മ ഇതിനൊക്കെ കളയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ ചോക്ലേറ്റ് തൂയി ഞാൻ വേറെ ചോക്ലേറ്റ് വെക്കാൻ പോകുന്നുള്ളൂ, അത് ഈ വീട്ടാണ് എന്ന് പറഞ്ഞിട്ട് പോയായിരുന്നു ഹീറോയിൻ്റെ മമ്മി പറഞ്ഞായിരുന്നു. അതിനായിട്ട് പറയായിരുന്നു. അതിനായിട്ട് ഇങ്ങനെ ചോക്ലേറ്റ് തുയ്യാൻ പറഞ്ഞായിരുന്നു, അത് വേണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ മമ്മി വന്ന് നോക്കുമ്പോൾ മമ്മി ചോക്ലേറ്റ് തൂഞ്ഞി. ശരി, ഇത് മമ്മി വെച്ചതായിരിക്കും എന്ന് പറഞ്ഞ് അതേ ചോക്ലേറ്റ് വയ്ക്കാൻ തുടങ്ങിയായിരുന്നു. അതെ, മമ്മി കളഞ്ഞ് നിറച്ച് മമ്മി അവിടെ വെച്ചത് വേറൊരു ചോക്ലേറ്റ് ഉണ്ടാക്കി വെച്ചായിരുന്നു. അത് വെച്ചിട്ട് അത് തൂഞ്ഞിട്ട് വേറെ അത് വരച്ചിട്ട് അതേ ബോക്സിൽ വെച്ചായിരുന്നു. അങ്ങനെ ബോക്സ് റെഡി. താങ്ക്സ് മാ, എല്ലാം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എന്നമ്മാ? ഇല്ലമ്മ ഞാൻ പോവാ എന്ന് പറഞ്ഞിട്ട് അങ്ങനായിട്ട് പോയായിരുന്നു. അങ്ങനെ ബാക്കി അത് അറിയാതെ പോയി. അതേ ചോക്ലേറ്റ് എടുത്ത് പോയി. അങ്ങനെ 4-5 ബോക്സ് ഉണ്ടായിരുന്നു, എല്ലാം ഒഴിച്ചിട്ട് അങ്ങനെ കൊണ്ട് ബാക്കിയുള്ള ടീച്ചർമാർ ചോക്ലേറ്റ് വാങ്ങി. ആ സീനിയർ വന്നായിരുന്നു. അതിൽ ഇങ്ങനായിട്ട് ബോക്സ് സീനിയർ വന്നായിരുന്നു. അങ്ങനെ സീനിയർ വന്ന് വിളിക്കുകയായിരുന്നു, റസിയ നിൽക്കടേ എന്ന് പറയായിരുന്നു. അങ്ങനെ റസിയ തിരിഞ്ഞ്, അതെ ഹീറോയിൻ്റെ പേരാണ് റസിയ നിന്നായിരുന്നു. എന്താ സീനിയർ പ്രശ്നം എന്ന് പറയുന്നു. റസിയ പറയായിരുന്നു, എന്താ സീനിയർ പ്രശ്നമൊന്നുണ്ടോ? ഇല്ലമ്മ, എനിക്കിതിൽ കുറച്ച് പറയാനുണ്ട്. ഇത് ചോക്ലേറ്റ് എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടല്ലേ, എന്നാ സീനിയർ ചോക്ലേറ്റ് എന്നാ സീനിയർ എടുത്തു. അതിൽ എല്ലാവരുടെ അടുത്ത് വായി വെച്ച് കത്തുന്നുണ്ട്. കെട്ടിയോ എന്നാ വെച്ചോ എന്ന് പോയി. അതിൽ കുറേ സീനിയേഴ്സ് ബോയ്സ് ഹീറോ മമ്മീൻ്റെ മേലെ റസിയയുടെ പുറകിൽ കുറേ ആൾ നടക്കായിരുന്നു. റസിയ എല്ലാവർക്കും കൊടുത്ത് എല്ലാവർക്കും കത്തിൻ്റെ തൊള്ളിയായിരുന്നു. റസിയ കണ്ടുകാതെ പോയിരുന്നു. അതെ, സ്കൂളിൽ ബ്യൂട്ടിഫുൾ ഗേളായിരുന്നു റസിയ. അങ്ങനെയായിട്ട് പോയായിരുന്നു. ടീച്ചർ ഹീറോയിൻ്റെ ഫ്രണ്ട്സ് ബാക്കി വരെ ചോക്ലേറ്റ് എടുത്ത്. അതുമാത്രമല്ല ടീച്ചർ ഹീറോയിൻ്റെ ക്ലാസ്സിൽ ഹീറോയിൻ്റെ മമ്മിൻ്റെ റസിയൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പേരുണ്ടായിരുന്നു സുഹറ പെട്ടി എടുത്തോട്ട് ടീച്ചർക്ക് എടുക്കാൻ പോയായിരുന്നു. സുഹറ പറഞ്ഞ ഒരു വില്ലി മാതിരി സുഹറ എടുത്തോട്ട് പോയായിരുന്നു. സുഹറന് എടി എന്താ ടീച്ചർ ഇതാ ഞാനൊന്ന് എങ്ങനെ എന്ന് പറഞ്ഞു എല്ലാ ടീച്ചർ കൊടുത്ത്. ടീച്ചർ എല്ലാത്തുള്ള തുടങ്ങി. സുഹറ എല്ലാത്തും കാരണം നീയടി ചോക്ലേറ്റ് തന്നെ. ഇല്ല ടീച്ചർ, റസിയ നീയേ കൊണ്ടും തന്ന എന്ന് പറഞ്ഞ ടീച്ചർ അവളെ ഡിസ്മിസ് ചെയ്ത് സ്കൂളിലെ വറുത്തിട്ട് എല്ലാവരും ഇവളെ എനിക്ക് മുളകിൻ്റെ ഒരു കത്തി തന്നത്. അങ്ങനെ സീനിയർ ബോറുകൾ നടന്നില്ല. ഇതാണ് ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞത്. ഇത് കേട്ട് എല്ലാവർക്കും ഷോക്കായിരുന്നു. എന്താ ഇത്ര ഫ്ലാഷ് ബാക്ക് ഉണ്ടോ എന്ന് പറയുന്നു. അതെ, ഹീറോയിൻ ഇത് കേട്ടിട്ട് ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഇന്നൊരു ഫ്രണ്ട് ഓടി വന്നായിരുന്നു. മച്ചി, ഇന്ന് നിങ്ങൾ കേട്ടോ, ഇന്ന് ബോയ്സ് PTS മെമ്പേഴ്സ് 7 മെമ്പേഴ്സ് ഇന്ത്യക്ക് വരാൻ പോവാ എന്ന് പറയായിരുന്നു. ഇത് കേട്ട് ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. എന്ത്, ഇന്ത്യക്ക് വരാൻ പോവാ? അതേ മച്ചി, കണ്ടിട്ട് അവർ ഇന്ത്യക്ക് വരാൻ പോവാ. നമ്മൾ പോയിട്ട് അവരെ കാണാൻ പോവണ്ടേ? അതേടി, കാണാൻ പോകണം, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. മച്ചി പ്ലീസ് ഡി, നീ പോവാണോ? ടിക്കറ്റ് ഓൾറെഡി ബുക്ക്. അതിന് മാൻകുട്ടി പറയായിരുന്നു, എന്താ നീ പോയപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് മാൻകുട്ടി പറയായിരുന്നു. മാൻകുട്ടി ചെല്ലക്കുട്ടി ഞാൻ പോവാ എന്ന് പറയായിരുന്നു. ശരി ഇതാ എല്ലാവരും കേട്ടോ, ഈ മാല ഞാൻ പറഞ്ഞു കൊടുത്തോളം നിങ്ങളെ കൗത്തിലേണ്ടാണോ. എന്ത് പ്രശ്നം വന്നാൽ ഈ മാലത്തിനെ ബട്ടൺ ഒത്തി എന്നെ മനസ്സിൽ തിരിച്ചാൽ മതി, ഞാൻ ദാവെന്നെത്തും, മനസ്സിലായാ? ശരി, ഓക്കെ. മാൻകുട്ടി ചെല്ലക്കുട്ടി പിന്നെ എല്ലാം കടത്ത് കിസിടിച്ച് പോയി. ഇവളൊരു കാര്യം എന്ന് പറഞ്ഞു. അങ്ങനെ മാൻകുട്ടി അതെ നമ്മളെ ഐസ് മാൻകുട്ടി എങ്ങനെ കിട്ടിയ പറഞ്ഞ് അതേ മതി. അതിനായിട്ട് ഒരു വീട്ടിൽ വന്നു. അവിടെ മാങ്ങി വീണത് ഹീറോയിൻ്റെ അങ്കിൾക്ക് കിട്ടിയതായിരുന്നു. ഒരു മഞ്ഞ് പ്ലേസിലായിരുന്നു. അങ്ങനെ ഇത് രക്ഷിച്ചിട്ട് കൊണ്ടുവന്ന് സ്വന്തം കുട്ടി വരെ പറ്റി. അങ്ങനെ രണ്ടുപേർക്ക് മാൻകുട്ടിക്ക് മങ്ങാല കഴിഞ്ഞ്. അതെ, രണ്ടുപേർക്ക് കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് വൈഫ് അവിടെ അടുത്താണ് വീട്. അതായത് മാൻകുട്ടിക്ക് സ്വന്തം ഒരു വീട് കെട്ടിയിരുന്നു. മാൻകുട്ടീൻ്റെ വീട്ടിൽ വന്ന് അകത്തുള്ളിൽ താമസിക്കും. അങ്ങനെയായിട്ട് അവരുടെ വീട്ടിൽ പോയിട്ട് മാൻകുട്ടി താമസിക്കും. അങ്ങനെയായിട്ട് ശരി ഇങ്ങനെയായിട്ട് പറഞ്ഞു. രണ്ടുപേര് ഇങ്ങനെ ഫ്രണ്ട്സെല്ലാം 3 പേര് പോയിരുന്നു.
അതിനായിട്ട് പോയി നോക്കാം. അവർ പിറ്റേഴ്സ് പോകുമ്പോൾ 7 വരെ കണ്ട ഹീറോയിൻ മൊത്തത്തിൽ ഫ്ലാറ്റായിരുന്നു. എടി ഇന്ത്യക്ക് വന്നോടി, അതേടി നോക്കടി എന്ന് പറയായിരുന്നു. അങ്ങനെ അവർ ബോർഡിൽ കണ്ട് ഫ്ലാറ്റായിരുന്നു. അങ്ങനെ അവർ വരാൻ പോകുന്നതെന്ന് പറഞ്ഞായിരുന്നു. അവർ സീറ്റ് പോയിരുന്നു. അങ്ങനെ 7 പേര് പാട്ട് പാടി വരാൻ തുടങ്ങിയായിരുന്നു. ഹായ് ഹായ് ഗേൾസ് എന്ന് പറഞ്ഞ് ജിന്ന് ഇങ്ങനെ കണ്ണടിച്ച് എല്ലാ ഗേൾസും ആഹാ എന്ന് പറയായിരുന്നു. ഇത് മാൺകുട്ടി കണ്ട്രാവി, ഇതിനെ ഞാൻ നോക്കണം എന്ന് മാൺകുട്ടി മനസ്സിലിരിക്കുകയായിരുന്നു. അങ്ങനെ മാൺകുട്ടി ഇങ്ങനെ നോക്കുമ്പോൾ മാൺകുട്ടി അതിൽ നോക്കിയുണ്ടായി. മാൺകുട്ടി എല്ലാം നടക്കുന്ന കാര്യം പറഞ്ഞാലോ. അങ്ങനെ എല്ലാ ഗേൾസിനും ഇങ്ങനെ നോക്കായിരുന്നു. അതിലൊരു ഗേളുടെ മേലെ മാണിക്കൊരു ഡൗട്ട് വന്നു. എന്ത് ശരിയില്ലല്ലോ, ഇവളെ കാണാൻ ശരിയില്ല, ഇവരെല്ലാം കാണാൻ ശരിയില്ല, ഇവരെന്തോ ഒരു പ്ലാൻ ചെയ്യാം. മാൺകുട്ടീൻ്റെ വൈഫിനെ വിളിച്ചായിരുന്നു. മാൺകുട്ടിക്ക് കല്യാണം കഴിഞ്ഞ് വൈഫുണ്ട്. മാൺകുട്ടി വൈഫ് വന്നു. നീ നോക്കടേ എന്ന് പറയായിരുന്നു. അങ്ങനായിട്ട് ആ മാൺകുട്ടി വന്നായിരുന്നു. ബ്ലൂ കുട്ടി, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലേടി. അതെ ചേട്ടാ, എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നെ മറന്ന് അതിൽ ചെക്ക് നോക്കുമ്പോൾ അവർ 7 ഗേൾസ് പറയാൻ തുടങ്ങി. ഇവരെ കിഡ്നാപ്പ് ചെയ്ത് പോയി ഇവരെ കല്യാണം കഴിക്കാം എന്നാണ് അവർ പറയുന്നത്. ഇത് കേട്ട് ഷാക്കായിരുന്നു. കല്യാണം കഴിക്കുന്നതാ? അതെ, ഇവർ സ്വത്ത് പണത്തിന് വേണ്ടി അവർ മിരട്ടി അവരെ പണം സ്വത്ത് മേങ്ങ. അത് മാത്രമല്ല അവർക്ക് മിരട്ടി അവരെ കല്യാണം കഴിക്കാം. ഇതാണ് പ്ലാൻ. അവർ വെളിയിൽ വരുമ്പോൾ നമുക്ക് ഒരു ബോക്സ് ഉണ്ട്, അത് പാറപ്പിക്കുക എന്ന പ്ലാന് മാൺകുട്ടിക്ക് മനസ്സിലായി. ശരി, ഇത് വിട്ടാൽ ശരിയാവില്ല. അങ്ങനെ മാൺകുട്ടി ഒരു മണ്ടത്തരം ഒരു പ്ലാൻ ചെയ്യാൻ പോവായിരുന്നു. മാൺകുട്ടീൻ്റെ വൈഫ് പളാനൊരു അടി വെച്ച്, എന്നിട്ട് എനിക്ക് തല്ലുന്നത് ഇതാണോ നിൻ്റെ ഒരു മണ്ടത്തരം? ഞാൻ തന്നെ പറയാം. എന്താ ആ മാൺകുട്ടി മണ്ടത്തരം പറഞ്ഞത്? എന്ത് ചെയ്യുന്നത്? ഹീറോയിനോട് പറഞ്ഞിട്ട് ഹീറോയിൽ പോയി അവരോട് പറയുന്നത്, ഇത് ചെയ്താവില്ല, നമ്മൾ തന്നെ ചെയ്യാം, അവർ സ്റ്റോപ്പ് ചെയ്യുക, അവരെ നമ്മൾ വേത്തം. അങ്ങനെ മാൺകുട്ടി വൈഫ് ഒരു പ്ലാൻ ചെയ്ത് അങ്ങനെ വെളിയിൽ വരാൻ പറഞ്ഞു. എല്ലാവരോടും സംസാരിച്ചായിരുന്നു. അങ്ങനെ ഫാൻ മിനിറ്റ് 4 എന്ന് പറഞ്ഞായിരുന്നു. അതിൽ പാട്ട് ഡാൻസെല്ലാം കഴിഞ്ഞായിരുന്നു. അങ്ങനെ പാട്ട് ഡാൻസ് കളിക്കുമ്പോൾ 7 പേർക്കും ഒരു ഫീലിങ്സ് വന്നു. അങ്ങനെ ഡാൻസ് കളിച്ച് എല്ലാവരും നോക്കി ചിരിച്ചിട്ട് പോയായിരുന്നു. അങ്ങനെയായിട്ട് നാളെയാണ് ഇത് ഫാൻ മീറ്റിംഗ് എന്ന് പറഞ്ഞ് അവർ ചിരിച്ചിട്ട് പോയായിരുന്നു. അവർ ആരെ നോക്കി പാട്ട് വഴി ഡാൻസ് കളിച്ചത്? അവർ ഗേൾസെല്ലാം പറഞ്ഞു, നമ്മൾ നോക്കി ഡാൻസ് കളിച്ചതല്ലേ? അതെ എന്ന് പറഞ്ഞ് അവർ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇത് ഹീറോയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഹീറോയി ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഹീറോ വെളിയിൽ വന്നായിരുന്നു. അങ്ങനെയായിട്ട് ഗേൾസ് പ്ലാൻ ചെയ്ത ഗേൾസ് അവർക്ക് വേറെ വേദനത്തിൽ അവർ ഫുള്ളായിരുന്നു. അയ്യോ വേറെ നിൽക്കുന്നു. ആ ഒരു 7 ഗേൾസ് വേറെ നിൽക്കുന്നു. പിന്നെ ബാത്റൂമൊക്കെ അവർ ഓടി വരുന്നു അതേ പണി. ബാത്റൂമിൽ പോകുന്ന വരുന്ന പണി അതേ പണിയായിരുന്നു വൈഫിൻ്റെ. നമ്മൾ എന്തടി കഴിച്ചത്? അങ്ങനെ 7 പേര് പോയിരുന്നു. 7 പേർ പോയി കാറിൽ കയറി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് എത്തി. അങ്ങനെ അവർ സംസാരിക്കായിരുന്നു. അങ്ങനെ മാൺകുട്ടി വന്ന് ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ 7 പേരിന്ന് അവർ സംസാരിക്കാം. അങ്ങനെ വെളിയിൽ പോകാൻ പറഞ്ഞു. അവർ 7 പേർ വെളിയിൽ വന്ന് നൈട്ടായിരുന്നു. അവരിന്ന് സംസാരിക്കായിരുന്നു. അങ്ങനെ ഒരു പാട്ട് കേൾക്കായിരുന്നു. എന്താണ് ആറും പറയുന്നു, വോയിസ് കേൾക്കുന്നുണ്ടല്ലേ? ജിന്നു പറയായിരുന്നു. അതെ, എല്ലാവരും പ്രേതമാണ് ഈ രാത്രി 12 മണിക്ക് അതെ യക്ഷിയെന്ന് വരുന്ന എന്നെ ജിമ്മിന് പറയുന്നു. ഈ നാട്ടിൽ പ്രേതമുണ്ട്, അത് പാട്ട് പാടുന്നത് തോന്നുന്നു എന്ന് ജിമ്മിന് പറയായിരുന്നു. ഇതിവിടെ ആറും ജിന്നുക്കും ജിമ്മിനിക്ക് ഭയങ്കര പേടിച്ചു. അയ്യോ പ്രേതോ എന്ന് പറഞ്ഞ് ജിന്നിന് പോയിട്ടാ കെട്ടിപ്പിടിക്കുക. എടാ എനിക്കും പേടിയുണ്ട്. ഒരു പാട്ട് മിന്നിന്ന് കണ്ടു. അവർ വന്ന് നോക്കുമ്പോൾ ഹീറോയിൻ്റെ വീട്ടിലൊക്കെ എത്തിയായിരുന്നു. അവിടെ 2 മാൺകുട്ടി ഡാൻസ് കളിക്കുന്നത്. ആണും പെൺകുട്ടി ഡാൻസ്. ഇത് അവർ അതിശയായിട്ട് നോക്കായിരുന്നു. പാട്ട് ഡാൻസ് കളിക്കുക. അവർ ഹ്യൂമൻ ചേഞ്ച് ആയിട്ട് പാട്ട് ഡാൻസ്. ഇതെല്ലാവർക്കും കണ്ട് ഷോക്കായി. അവിടേക്ക് ജിന്ന് മയങ്ങി വീണു. ആറും വിളിക്കായിരുന്നു. എല്ലാ ഭാഷ പൊട്ടലും മയങ്ങി വീണു. ആറും എണിക്കടാ എന്ന് പറയാറ്. എല്ലാവരും മയങ്ങി വീണു. ഈ കോളത്തെ കണ്ട് ആരും മയക്കം വന്നു. എന്താ ഇവിടെ നടക്കുന്നത്? എന്താ ഇത്? ഈ മാൺകുട്ടി പാട്ട് പാടി എനിക്ക് ഉറക്കെ വരുന്നില്ല. ഹീറോ വെളിയിൽ വന്ന് നോക്കുമ്പോൾ 7 ബോയ്സ് മയങ്ങി വീണിട്ടോ. എന്താ മയക്കം എന്ന് പറയായിരുന്നു. ഹീറോയ്ക്ക് ഡൗട്ട് വരാൻ തുടങ്ങി. ഇവരെവിടെയോ കണ്ട മാതിരി ഉണ്ടല്ലോ.